വാദം പോകുന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. വാദം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് വരുന്ന തണുപ്പാണ്. അതെ, അത് ചെരുപ്പ് ഇല്ലാണ്ട് നടക്കുമ്പോൾ വീട്ടില് കൂടുതലും സ്ത്രീകൾക്കാണ് ഈ വാദം മുട്ടുവേദന അസുഖങ്ങൾ കാണുന്നുണ്ട്. അത് കൂടുതലായിട്ട് വരാൻ കാരണം അടിയിൽ നിന്ന് വരുന്ന ഈ തണുപ്പാണ്. വുഡ് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തണുപ്പുണ്ടാവില്ല. ഫർണിച്ചറിന്റെ എണ്ണം നമുക്ക് ശരിക്കും കുറക്കാം. ഒരു വീട്ടിൽ മിനിമൽ ആയിട്ടുള്ള ഈ വുഡൻ ഫ്ലോറിംഗ് ചെയ്യുകയാണെങ്കിൽ മിനിമൽ ആയിട്ടുള്ള ഒരു ഫർണിച്ചർ മതി. ആ മിനിമൽ ഫർണിച്ചർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹെവി ആയിട്ടുള്ള നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടും. നമുക്കറിയാം, വീട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫ്ലോറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് അല്ലേ. അധിക പേരും ആൾക്കാരൊക്കെ ചെയ്യുന്നത് വെട്രിഫൈഡ് ടൈൽസ്, ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് പുതുമയാണ് എന്ന് ചിന്തിക്കുമ്പോൾ ആൾക്കാർ പോകുന്നത് വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ വുഡൻ ഫ്ലോറിംഗ് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ വുഡിൽ ഇങ്ങനെ ഒരു വുഡൻ ഫ്ലോറിംഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലായിരിക്കും. അത്തരത്തിൽ വുഡൻ ഫ്ലോറിംഗ് മികച്ച രീതിയിൽ ചെയ്യുന്ന ഒരു ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് ധാരാളം ഇൻറ്റീരിയേഴ്സുമായിട്ട് കൊളാബ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് ടീമാണ് ഇവർ. വിക്ടറി സോമിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണിത്. 50 വർഷത്തെ പാരമ്പര്യമാണ് കേട്ടോ ഇവർക്ക് പറയാനുള്ളത്. സത്യത്തിൽ ഞാനിവിടെ എത്തിപ്പെട്ടത് മരത്തിൻ്റെ ഡീറ്റെയിൽ, മരം എങ്ങനെയാണ് അളക്കുക, മരം എങ്ങനെയാണ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ വീട് പണിക്കൊക്കെ മരങ്ങൾ എന്താ പറയുക ഇല്ലാത്തൊരു പരിപാടിയില്ല, ഏതിനും മരം തന്നെയാണ്. ഫർണിച്ചറിനും കട്ടിലജാലകൾക്കൊക്കെ വേണ്ടത് മരം തന്നെയാണ്. അപ്പോൾ ബെസ്റ്റായിട്ട് എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ട് അങ്ങനൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ എന്ന രീതിയിൽ മരത്തിൻ്റെ വീഡിയോ എടുക്കാനാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു പ്രത്യേകതയായിട്ടുള്ള വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നതും അത്തരത്തിലൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ച് കാണാം. എന്താണ് വില, ക്വാളിറ്റി, ഏതൊക്കെ മരങ്ങൾ ഉപയോഗിക്കുന്നു, സർവീസ് എങ്ങനെയാണ് തുടങ്ങിയ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാനുള്ളത്. സമയം കളയാതെ വീഡിയോ പോയിട്ട് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മളെ വുഡൻ ഫ്ലോറിങ്ങിന് യൂസ് ചെയ്യുന്ന വുഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ട്രീറ്റ് ചെയ്തിട്ട് വെച്ച മരമാണ്. കെമിക്കൽ ട്രീറ്റഡ് അല്ല, നാച്ചുറൽ ട്രീറ്റഡ് ആണ്. അതാണ് ഇതിപ്പോൾ കാണുന്നത്. ഇത് സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സാൻഡ് ചെയ്തിട്ട് കസ്റ്റമറിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നതാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്താണ്? ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് മുട്ടുവേദന, കാലുവേദന, വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനാൽ നമുക്ക് ഉണ്ടാവില്ല. പിന്നെന്ന് വെച്ചാൽ ലക്ഷറിയാണ്. ഫർണിച്ചറിന്റെ എണ്ണം നമുക്ക് ശരിക്കും കുറക്കാം. ഒരു വീട്ടിൽ മിനിമലായിട്ടുള്ള ഈ വുഡൻ ഫ്ലോറിംഗ് ചെയ്യുന്നതാണെങ്കിൽ മിനിമലായിട്ടുള്ള ഒരു ഫർണിച്ചർ മതി. ആ മിനിമൽ ഫർണിച്ചർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹെവി ആയിട്ടുള്ള നല്ല ലക്ഷറി ഫീലിംഗ് കിട്ടും വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ. ലൈഫ് നമ്മളിത് ഗ്യാരണ്ടി കൊടുക്കുന്നത് അപ് ടു 10 yearsന് മേലെയാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. നമ്മൾ ചെയ്ത് കൊടുക്കും, റീപ്ലേസ്മെന്റ് അടക്കം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ടൈം ആണ്. കാരണം വെച്ചാൽ ഇത് ചീത്തയാകാനൊന്നുമില്ല. സോളിഡ് വുഡാണ്, കെമിക്കൽ ഉപയോഗിക്കുന്നില്ല. ഫ്ലോറിൽ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഈർപ്പങ്ങൾ വന്നിട്ട് അല്ല, ഇത് നമ്മള് ഇതിന്റെ പോളിഷിങ്ങിലാണ് നമ്മളെ ലൈഫ് കിട്ടുന്നത്. അത് കെമിക്കൽ അല്ലേ? അങ്ങനെ ഈ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇത് കെമിക്കലി ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കെമിക്കൽ ഇട്ട് വെച്ച് അത് ഡ്രൈ പ്രോസസ് ചെയ്ത് അങ്ങനെ എടുക്കുമ്പോൾ ഈ കെമിക്കലി ട്രീറ്റഡ് എന്ന് പറയുന്നത്. പോളിഷിംഗ് എന്ന് പറയുന്നത് നമ്മളെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പോളിഷിംഗ് ആണ്. മുകളിലടിക്കുന്നത് ലാമിനേഷൻ ടോപ്പിൽ കൊടുക്കുന്ന പോളിഷിംഗ്, ഗ്ലേസിങ്ങിനല്ല. അതാണ് ഇതിനെ പ്രൊട്ടക്ട് ആ പോളിഷ് ചെയ്യുന്നത്, കോട്ടിങ് കൊടുക്കുന്നത്. അത് വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ നമുക്ക് മോപ്പിട്ട് തുടക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പം ഒരു സംശയം ചോദിക്കാനാണ്. ഇപ്പൊ പറഞ്ഞു നമ്മള് എന്താ പറയാ മുട്ടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഈ കെമിക്കൽ നമ്മൾ അടിക്കുമ്പോൾ അതിന് മറ്റുള്ള പ്രശ്നങ്ങള് ഇല്ല, ഹെൽത്ത് ആയിട്ട് യാതൊരു ബുദ്ധിമുട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ കെമിക്കൽ അടിക്കുന്ന സാധനം നമ്മൾ കെമിക്കലാന്ന് പറഞ്ഞു. കെമിക്കൽ എന്ന് പറയുമ്പോൾ അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാവില്ലേ? ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, സാധനം അവിടെ സോൾഡ് ആയിട്ട് നിന്നു. സാധനം സോളിഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. വുഡിന്റെ സ്മെല്ല് വരെ ഉണ്ടാവില്ല. എന്ന് കഴിഞ്ഞാൽ വുഡിന്റെ സ്മെല്ല് ഉണ്ടാവില്ല. സാധാരണ ഒരു വുഡ് പച്ചമരത്തിന്റെ സ്മെല്ല് അതുവരെ ഉണ്ടാവില്ല. വാദം പോകുന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. വാദം ഉണ്ടാകുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് വരുന്ന തണുപ്പാണ്. അത് ചെരുപ്പ് ഇല്ലാണ്ട് നടക്കുമ്പോൾ വീട്ടില് കൂടുതലും സ്ത്രീകൾക്കാണ് ഈ വാദം മുട്ടുവേദന അസുഖങ്ങൾ കാണുന്നുണ്ട്. അത് കൂടുതലായിട്ട് വരാൻ കാരണം അടിയിൽ നിന്ന് വരുന്ന ഈ തണുപ്പാണ്. വുഡ് അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ തണുപ്പുണ്ടാവില്ല, ഒരു വാമായിരിക്കും, പിന്നെ സോഫ്റ്റ് ആയിരിക്കും. ചൂട് അത് വാമായിട്ടാണ്, ചൂടല്ല, അതൊരു നോർമൽ ടെമ്പറേച്ചറിൽ ഉണ്ടാകുക. ഈ തണുപ്പ് സീസണിൽ ഡിസംബർ സീസണിൽ പൊതുവെ മാർബിളില്, ടൈൽസിൽ, ഗ്രാനൈറ്റിലെല്ലാം തണുപ്പുണ്ടാവും. കാല് നിലത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. വാദ സംബന്ധമായ രോഗങ്ങളുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് അങ്ങ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ
ആ ഒരു ബുദ്ധിമുട്ട്, ചെരുപ്പില്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നടക്കാൻ പറ്റും. അപ്പോൾ ഈ വാദമുള്ള ആൾക്ക് ഈ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് വിഷയില്ല എന്ന് പറയുന്നത്. കെമിക്കൽ ട്രീറ്റ്മെന്റ് ഇത് പോളിഷ് നമ്മൾ ഫർണിച്ചർ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല. ഇത് നാച്ചുറൽ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് ഡ്രൈയിങ് പ്രോസസ്സാണ്. സാധാരണ ഒരു പ്ലൈവുഡൊക്കെ എടുക്കുന്നതാണെങ്കിൽ അവർ കെമിക്കലി ട്രീറ്റ് ചെയ്യും. ബോയിൽ അതിന്റെ കെമിക്കൽ പ്രോസസ് ചെയ്ത് അത് ചീത്തയാണ്ടിരിക്കാൻ വേണ്ടി കെമിക്കൽ, അത് കഴിഞ്ഞിട്ടാണ് പ്ലൈവുഡ്. അത് പിന്നെ ലാമിനേഷൻ, അതിന്റെ പോളിഷ് വേറെ ഉണ്ടാവും. ഇത് അങ്ങനെയല്ല, ഇത് നാച്ചുറൽ ആയിട്ട് കട്ട് ചെയ്ത വുഡ് നമ്മൾ സർട്ടൻ പീരീഡ് ഉണ്ട്, അത് നമുക്കറിയാം. ആ പീരീഡ് നമ്മളത് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച് ഫുള്ളി ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഇൻബിൽഡ് ചെയ്യാതെ നമ്മളിപ്പോ വെള്ളത്തിൽ മുക്കി വെക്കുന്നത് ഇതൊന്ന് ഉറപ്പിട്ടാൻ വേണ്ടി ആ രീതിയിൽ നമ്മൾ കെമിക്കൽ മുക്കിയിട്ട് ഇത് ഡ്രൈ അങ്ങനെ ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ട് കട്ട് ചെയ്തിട്ട് പീസാക്കിട്ട് വെക്കും. എന്നിട്ടാണ് നമ്മളത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഇൻസ്റ്റാളേഷൻ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പറയാം ഇതൊരു വാദത്തിന് നമുക്ക് അനുയോജ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം 20 വർഷത്തോളമായി ഇത് ചെയ്യാൻ തുടങ്ങി. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരിക? ഇത് നമ്മൾ ടീ കൂഡിൽ ചെയ്യുന്നതാണെങ്കിൽ 400 per square feet ഫുൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടി. 400 കോസ്റ്റ്ലിയാണ്, ലക്ഷറിയാണ്, കമ്പാരിറ്റീവ്ലി അല്ല, നല്ല കോസ്റ്റ്ലിയാണ്. അത് വുഡല്ല, അത് വുഡല്ല, അത് എന്ന് പറയുന്നത് PVC ആണ്. പ്ലാസ്റ്റിക്കിന്റെ മേലെ മരത്തിന്റെ ഗ്രെയിൻസ് പോളിഷ് ചെയ്തിട്ട് വരുന്ന സംഭവമാണ്. അത് വുഡല്ല. ഈ സാധാരണ വുഡൻ ഫ്ലോറിംഗ് അത് ലാമിനേഷൻ ആണ്. ഇത് പറഞ്ഞത് നാച്ചുറൽ. അടിയിൽ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞാൽ നമ്മൾ അടിയിൽ ഒരു ഫോം വിരിച്ചതിന് ശേഷം അതിന്റെ അടിയിൽ ഒരു 8 mm അത് നാച്ചുറൽ വുഡല്ല. അത് നാച്ചുറൽ വുഡല്ല. MDF അത് PVC വരുന്നുണ്ട്, MDF വരുന്നുണ്ട്, പല സാധനത്തിലും വരുന്നത്. അതുകൊണ്ടാണ് റേറ്റ് പറയുന്നത്. ഈ റേറ്റ് വരുന്നത്. ഇത് ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് അല്ലാണ്ട് ഡയറക്റ്റ് എടുത്തിട്ട് ഇതേ മോഡൽ ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും കോസ്റ്റ്ലി ആവും. ഇത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിന് നമ്മളതായ റീസൺസ് ഉണ്ട്. 400 rupees എന്ന് പറയുന്നത് നമ്മളെ റേറ്റ് ആണ്. കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് സർവീസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ വിളിക്കാണ്, അപ്പൊ കേരളത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വിളിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് മാത്രം എക്സ്ട്രാ തന്നെ മതി ചെയ്യണം. 400 rupees നമ്മളെ റേറ്റ്. തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഈ 400 മാറും. 400 പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ വരും. ലേബറും കാര്യങ്ങളൊക്കെ കൂട്ടി നമ്മൾ പോകേണ്ടതാണ്. പ്രോജക്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഗണ്ണിക്കുന്നത് കൊണ്ട് നിങ്ങൾ കരുതണ്ട ഞാനൊരു ക്രൂരനാണെന്ന് കരുതില്ല. കാരണം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഗണ്ണിക്കുന്നത് കസ്റ്റമേഴ്സിന് കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി. തീർച്ചയായും നമ്മൾ എത്ര പ്യൂരിറ്റി വരുത്തുന്നോ അല്ലെങ്കിൽ നമ്മൾ എത്ര ക്ലാരിറ്റി വരുത്തുന്നോ അത്രയും ഗുണം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സത്യസന്ധമായിട്ടാണ് നമ്മൾ 50 വർഷത്തെ ജൂബിലി ആഘോഷിക്കാൻ പോകും. തീർച്ചയായും നമുക്ക് ഒളിച്ചു വെക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഗണ്ണിക്കുന്നതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പം വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. നമ്മൾ തേക്കിലാണെങ്കിൽ റേറ്റ് 400. പിന്നെ നമ്മൾ പിൻകോഡ് ചെയ്യുന്നുണ്ട്. പിൻകോഡ ഫോറിൻ ഇരുൾ ചെയ്യുന്നുണ്ട്. അതിന് 300 ആണ് ചെയ്യുന്നത്. 300. പിന്നെ അതേപോലെ തന്നെ പർപ്പിൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വുഡുണ്ട്. പർപ്പിൾ ആർട്ട് ഫോറിൻ ബീട്ടി എത്ര റേറ്റ്? അത് സെയിം റേറ്റ്, ഇരുളിന്റെ അതേ റേറ്റ്. പിന്നെ ഏതാ മരം? ഇത് മൂന്നാണ് നമ്മളിപ്പോ കറന്റ് ചെയ്യുന്നില്ല. അക്കേഷ്യ ചെയ്യുന്നില്ല. കാരണം എന്താണ്? അത് ചുരുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്, ബെൻഡായി പോകാൻ സാധ്യതയുണ്ട്. അല്ല, ബെൻഡായി വലിയ പീസ് അല്ലേ ബെൻഡായി പോവാ, ചെറിയ പീസ് ബെൻഡാവും. അത് നമുക്ക് ഈ വുഡിന് കൊടുക്കുന്ന ഗ്യാരണ്ടി നമുക്ക് അക്കേഷ്യ കൊടുക്കാൻ കഴിയില്ല. ഇതിന് ഇതിൻ്റെതായ ലൈഫ് ഉണ്ട്, ഇതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൽ മാത്രം ചെയ്യുന്നത്. കോൺസെൻട്രേറ്റ് ഇതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. നമ്മളിതിപ്പോ ഈ ഒരു സാധനം ഫോറിൻ ഇത് കർണാടക അക്കേഷ്യ. ഇതിനകത്തുള്ള വേസ്റ്റ് പീസ് നമുക്ക് ഉണ്ടാവും. ഇതിൽ വേസ്റ്റ് പീസസ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫയർ വുഡിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വിറകാക്കിയിട്ടേ പോകുള്ളൂ. ഫ്ലോറിങ്ങിന് ഉപയോഗിക്കാൻ പറ്റില്ല. മിക്സ് പരിപാടി അല്ല. അങ്ങനെ ഇപ്പൊ ഞാനിപ്പോ എന്റെ വീട് എടുക്കാണ്, അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് മിക്സഡ് കൂട്ടിൽ ഫ്ലോറിംഗ് ചെയ്യണം, ചെയ്യൂല. അതെന്തുകൊണ്ടാണ്? നമ്മളെ ക്രെഡിബിലിറ്റി ബാധിക്കും. നമുക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് വക്കീല് ചോദിക്കുന്ന പോലെ തിരിച്ചു മറിച്ച് ചോദിക്കുന്നത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഒരു കസ്റ്റമറായിട്ട് ഒരു ബോണ്ട് ഉണ്ടാവും, ഒരു വർക്ക് ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ആ ബോണ്ട് തന്നെ 25 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവണം നമുക്ക് നിർബന്ധമാണ്. തീർച്ചയായും ആ ഒരു ബോണ്ട് നഷ്ടപ്പെടാൻ പാടില്ല നമുക്ക്. കാരണം ഈ കസ്റ്റമേഴ്സിന്റെ മൗത്ത് പബ്ലിസിറ്റി ആണ് നമ്മളെ അടുത്ത നെക്സ്റ്റ് 10 കസ്റ്റമേഴ്സ്.
അത് തന്നെയാണ് നമ്മൾ 50 years ആയിട്ട് നമ്മൾ ഇതേ ഫീൽഡിൽ നിലനിൽക്കുന്നത്. നമ്മൾ കോംപ്രമൈസിന്, അതായത് നമ്മൾ കോംപ്രമൈസ് ഇല്ല, കോംപ്രമൈസ് ചെയ്തില്ല ഒരു വർക്ക് നമ്മൾ എടുക്കലില്ല. എക്സ്പെൻസീവ് ആണ്, ആ റേറ്റ് ആവും. ഓക്കെ, അത് നമുക്ക് 400 രൂപ തേക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയാ ഒരു മനുഷ്യന്റെ ആയുസ് മൊത്തം നമുക്കത് വേണമെങ്കിൽ ലൈഫ് ലോങ് വെക്കാം. ഇനി എന്തെങ്കിലും റിയാക്ഷൻസ് വരില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇത് ഇനി അഥവാ ഇൻ കേസ് ഒരു 25 വർഷം കഴിഞ്ഞിട്ട് ഒരു പീസ് കംപ്ലൈന്റ് വന്നെന്ന് വിചാരിക്കും, ആ പീസ് മാത്രം മാറ്റി വെച്ചിട്ട് വേറൊരു പീസ് ചെയ്തിട്ട് പോളിഷ് ചെയ്താൽ അവിടെ ഫിക്സ് ആയി. 25 വർഷം 25 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും കാരണം വെച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നെന്ന് വിചാരിക്കുക, ഈ ഒരു പീസാണ് കംപ്ലൈന്റ് ആണെങ്കിൽ ഈ പീസ് അവിടെ മാറ്റി വെക്കുക, വേറൊരു തേക്കിന്റെ പീസ് അവിടെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം. കാരണം കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ വീട്ടിലുണ്ട്. ഇതേ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാല് 25 കൊല്ലം കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും. അതുകൊണ്ട് ധൈര്യത്തിൽ പറയാം. അല്ല, ഞാൻ സാധാരണ ഗ്യാരണ്ടി പ്ലൈവുഡ്, നമ്മൾ സൈറ്റിലേക്ക് പ്ലൈവുഡ് എടുക്കുമ്പോൾ 25 വർഷത്തെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ കസ്റ്റമർ ചിരിക്കും. മനുഷ്യന്മാർക്ക് ലൈഫ് ഇല്ല എന്നാ പറയുന്നത്, ഗ്യാരണ്ടി ഇല്ല, എപ്പോ വേണമെങ്കിലും അടിച്ചു പോവാം. എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഈ 25 വർഷം ഗ്യാരണ്ടി പറയുന്ന പ്ലൈവുഡ് നിങ്ങൾക്ക് 25 വർഷം കിട്ടലുണ്ടോ? തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യമാണ്. അത് പല കാറ്റഗറി ഉണ്ട്, മെറൈൻ ഉണ്ട്, ലോക്കൽ ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. പക്ഷെ എല്ലാ വുഡും മെറൈൻ അല്ല, എല്ലാ പ്ലൈവുഡും മെറൈൻ അല്ല. അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഒരു സൈഡിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടുത്തെ ജോഗ്രഫിക്കൽ കണ്ടീഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്ന മുന്നേ നമ്മൾ പഠിച്ചിരിക്കണം. കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള നല്ല ആശാരിമാരെ കോൺടാക്ട് ചെയ്യുക, നല്ല എഞ്ചിനീയേഴ്സ്, നമ്മളെ എക്സ്പീരിയൻസ് റെക്കമെൻഡേഷൻ എടുക്കുന്നത് ഏറ്റവും അത് വേണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ഒരു ഫർണിച്ചർ മേടിക്കും വരെ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് ഒരു ഫർണിച്ചർ മേടിക്കുന്നതിന് മുന്നേ ഒരു റെക്കമെൻഡേഷൻ എടുക്കുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ഫർണിച്ചർ ഷോപ്പിൽ പോകുന്നു, നമുക്ക് നല്ലൊരു ഫർണിച്ചർ സെറ്റ് ഇഷ്ടമായി, നമ്മൾ പർച്ചേസ് ചെയ്തു, വീട്ടിലെത്തിയിട്ടായിരിക്കും നമുക്ക് മനസ്സിലാകുക ഈ ഫർണിച്ചർ നമ്മളെ വീട് നിറച്ചു, സ്പേസിനെ വല്ലാണ്ട് ഇല്ലാണ്ടാക്കി, സ്പേസ് മാനേജ്മെന്റ് ഇതൊക്കെ അറിയണമെങ്കിൽ അതൊക്കെ ഒരു ഭാഗമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട്, ഇപ്പോഴത്തെ ഇന്റീരിയർ ട്രെൻഡ് അനുസരിച്ചിട്ട് മിനിമലിസം തീർച്ചയായിട്ടും. അപ്പോൾ നമ്മളൊരു ഫർണിച്ചർ മേടിക്കാൻ പോകുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കൂടിയിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ലാഭിക്കാൻ പറ്റും. മുന്നേ ഒരു കൺസൾട്ടിങ്ങിനെ വെക്കുകയാണെങ്കിൽ കൃത്യമായ പ്ലാൻ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളിടത്ത് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, നല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം, അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് കൺസൾട്ടിങ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കൺസൾട്ടിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാനല്ല, സാന്ദർഭികമായിട്ട് പറഞ്ഞാണ്. ഓക്കെ, ഇതിപ്പം ഏതാണ് പീസസ്, ഫുഡ് കാര്യങ്ങളൊക്കെ പറയുന്നില്ല, ഇത് നമ്മളെ പേഴ്സണൽ ആവശ്യത്തിന് ഒരു ട്രീറ്റ്മെന്റ് നടന്നു കാണുന്നുണ്ട് വുഡിന്റെ പീസസ്. ഇപ്പം ഇതിനകത്തൊരു ട്രീറ്റ്, ഇതെന്താ സംഭവം? നമ്മള് ഇത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ വേണ്ടിട്ട്, ജസ്റ്റ് സാമ്പിൾ അടിക്കാൻ വേണ്ടിട്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോളിഷ് ആഡ് ചെയ്താ, പോളിഷ് അല്ല, അതിന്റെ ഫസ്റ്റ് സെഗ്മെന്റ്, അതായത് ഫില്ലിങ്ങിന്റെ പരിപാടി. ഇതിന് ശേഷം സീലർ അടിക്കുന്നതിന് മുന്നേ ഉള്ള പ്രോസസ്. ഇതിന് ശേഷം നമ്മൾ സീലറും കാര്യങ്ങളും ചെയ്യാം. ഒന്ന് അത് എടുത്ത് കാണിക്കോ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കാണാനാണ്. ഇത് ജസ്റ്റ് സാമ്പിൾ ഇത് സെറ്റ് ആയിട്ടില്ല, ഇത് പീസാണ്, ജസ്റ്റ് ഗ്ലൂ ചെയ്ത് ഇതായിട്ടുണ്ട്. ഈ ഗ്യാപ്പിലെല്ലാം നമ്മൾ വുഡ് പൗഡർ ആഡ് ചെയ്തിട്ട് വുഡ് ഫില്ല് ആഡ് ചെയ്യും, എന്നിട്ട് സാൻഡ് ചെയ്യും. എന്നിട്ട് അതിന്റെ മേലെ സീലർ അടിക്കും. 2 കോട്ട് സീലർ ഉണ്ടാവും. ഇതിന്റെ ഫസ്റ്റ് കോട്ടാണ് ഇത് കഴിഞ്ഞത്. ഇത് മാക്സിമം നമ്മൾ ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന്റെ കാരണം പറഞ്ഞുതരാം. ഗ്യാപ്പ് ഉണ്ടാകരുത്. വുഡൻ ഫ്ലോറിങ്ങിൽ ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗ്യാപ്പിലെ കൂടി നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ മൂത്രം ഒഴിച്ച് പോവുകയാണെങ്കിൽ ഈ ഗ്യാപ്പിലെ കൂടി ഈ മൂത്രം അകത്തേക്ക് പോകാൻ ചാൻസസ് കൂടുതലാണ്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ഈ മൂത്രം എന്ന് പറയുന്നത് നജസാണ്. അവർക്ക് ആ ഒരു പ്ലേസിൽ പിന്നെ നമസ്കരിക്കാനോ ഇതാക്കാനോ പറ്റില്ല. അതിന്റെ ഉള്ളിൽ അത് ഉണ്ടാവും. അപ്പൊ അത് ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ മാക്സിമം ഈ ക്യാബ്സ് ഒക്കെ ഫില്ല് ചെയ്ത് എപ്പോക്സി ഇട്ട് ടൈൽ ചെയ്യുന്നത് മാക്സിമം ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഇത് ഗ്യാപ്പ് ചില സമയത്ത് ഇളകി പോകണമെങ്കിൽ നമുക്ക് രണ്ടാമത് നമുക്ക് വുഡാണ് ഇത്. ഇതൊരു 20 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്കിതൊരു പഴമയായിട്ട് തോന്നുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വരികയാണെങ്കിൽ ഒരു 10-20 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി സാൻഡ് ചെയ്തിട്ട് ഒന്നും കൂടി പോളിഷ് ചെയ്താൽ ഫ്രഷ് ആയി.
നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെ നമുക്ക് അവിടെ വേറെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. മെയിൻ്റെനൻസേ ആവശ്യമുള്ളൂ. ഒരു 20% ഒരു വാക്സിൻ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പീസ് എപ്പോഴും ലക്ഷറിയാണ്. മരം ഒരിക്കലും അതിന്റെ ലക്ഷറി വിടൂല. ഫർണിച്ചർ മരം സെലക്ട് ചെയ്യുന്ന കാരണം നമുക്ക് ഒരിക്കലും മടിപ്പ് വരില്ല എന്നുള്ളതാണ് അല്ലേ? പഴയ തറവാട്ടിലൊക്കെ പോയാൽ കാണും 150 വർഷം പഴക്കമുള്ള കട്ടിലൊക്കെ ഇപ്പൊ ഉണ്ടാവും. ഒന്നും അനങ്ങിയിട്ടുണ്ടാവില്ല. അതാണ് ഈ മരത്തിന്റെ പ്രത്യേകത. ഹെറിറ്റേജ് ആണ്. നമ്മൾ ഒരു നല്ലൊരു ഫർണിച്ചർ നമ്മളെ വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാല് നമ്മളെ മക്കൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതെന്റെ ഓഫീസാണ്. വുഡൻ ഫ്ലോറിങ്ങിന്റെ ഒരു സാമ്പിൾ ഞാൻ ഇവിടെ ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. ഇത് ഇരുളിൽ ചെയ്തതാണ് ഞാൻ. ഇതൊരു 8 വർഷം മുന്നേ ചെയ്തതാണ്. 8 വർഷം മുമ്പ് ഈ ഇരുളിൽ ചെയ്തതാണ്. ഇത് കണ്ടോ, മാക്സിമം ഗ്യാപ്സ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി പോകാൻ ചാൻസസ് ഒന്നും ഇല്ല. കുറവ് ഇല്ല, പോവില്ല വെള്ളം. ഇങ്ങനെ പൊടികൾ ഫില്ല് അതിന്റെ മേലെ വുഡ് ഫില്ല് എന്ന് പറഞ്ഞാൽ വുഡ് ഫില്ല് സാധാ യൂസ് ചെയ്യുന്ന വുഡ് ഫില്ലല്ല, നമ്മളെ ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് പൗഡർ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത്. അപ്പൊ അത്രക്ക് നല്ല ബോണ്ടാണ് അത് ഇളകി വരൂല. ലോക്കലായിട്ട് ഉപയോഗിക്കുന്ന ആ വുഡ് ഫിൽ അല്ല, ഫെവിക്കോളിന്റെ വുഡ് ഫിൽ അല്ലേ ഇത്? അല്ല ആ വുഡ് ഫിൽ അല്ല. ആ വുഡ് ഫിൽ ഇത് ജർമ്മനിയിൽ ആ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് പറയിക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ഇത് ജർമ്മൻ ടെക്നോളജിയാണ്. ഇത് അതാണ് ഈ വുഡ് ഫില്ല് നമ്മൾ ഉപയോഗിക്കുന്ന വുഡ് ഫില്ല്. അതിനൊരു ലൈഫ് വേറെ തന്നെ ആയിരിക്കും. അതിന് വേറെ തന്നെ ലൈഫാണ്. ജർമ്മൻ നമ്മളിപ്പോ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊന്ന് കാണിക്കാൻ പറ്റും. കാണിക്കാൻ വേണ്ടി പറ്റും. സാമ്പിൾ കാണിക്കാൻ പോവാണ്. സാധാരണ രീതിയിൽ ഇത് ആവിയായി പോവുക. വെള്ളം ഇത് അകത്തേക്ക് പോവില്ല. അത് നമ്മള് ഗ്ലാസ് ഉണ്ടെങ്കിൽ ഉള്ളിലൂടെ കാണാൻ വെള്ളം ഇറങ്ങൂല എന്നുള്ളത്. ഓക്കെ, ഇതിനുള്ളിൽ വെള്ളം ഇറങ്ങൂല. തുടച്ചു നോക്കിയേ, സാനിറ്റൈസർ ആണ്, അത് കെമിക്കലാണ്. എന്നിട്ട് സാധാരണ വെള്ളത്തിന് പവർ കൂടിയ സാധനമാണ്. ആൽക്കഹോളാണ്, കെമിക്കലാണ്. സാധാരണ രീതിയിൽ ഒന്നും ആയിട്ടില്ല. അത് പോവില്ല. അതാണ് ഇതിന്റെ അത്രക്കും ബോണ്ടുള്ള സാധനമാണ്. ബോണ്ടിന്റെ ക്വാളിറ്റി കാണിക്കാനാണ്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താണ്. ഇതിന്റെ പോളിഷ് ആണ് ഏറ്റവും കോസ്റ്റ്. ആ പോളിഷ് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമുക്ക് 400 എന്ന് പറയുന്ന പ്രൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും ചീപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ സ്ക്രാച്ചസ് നമ്മൾ ഒബിയസ്ലി വരും, കാരണം സോഫ്റ്റ് ആണ്, വുഡാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചസ് വരും. പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് അതങ്ങ് മാഞ്ഞു പോവുകയും ചെയ്യും. ഇല്ല, തേഞ്ഞു പോവില്ല. ഈ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളം ഉള്ള കസ്റ്റമർ ഈ വീഡിയോ കാണും. ഈ വുഡൻ ഫ്ലോറിങ്ങിന് അന്വേഷിച്ച് വരുമ്പോ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് മറ്റുള്ള ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി റേറ്റ് കൂടുതലാണ്. ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളെ റേറ്റ് കുറവാണ്. ബാംഗ്ലൂരായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. ഓക്കെ, കേരളത്തിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് മാർക്കറ്റ് സ്റ്റഡി ചെയ്യേണ്ടി വരും. ഇത് ചെയ്യാൻ പുറത്തുള്ള ഒരാൾക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പീസസിൽ വൈറ്റിന്റെ പോർഷൻ ഉണ്ടോ ശ്രദ്ധിക്കാം. വൈറ്റിന്റെ പോർഷൻ എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമോ? എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇത് ഫോർ എക്സാമ്പിൾ കാണിക്കുന്നതാണ്. ഈ വൈറ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, ഇത് ഒരു 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ ഇത് ചീത്തയാവും. ഇത് ചീത്തയാവില്ല. അതിന്റെ ഉള്ളില് അപ്പൊ പറയാൻ കാരണം അതിന്റെ അകത്ത് ബോൾസ് താഴേക്ക് വരുന്ന ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതൽ. പൊടിയായിട്ട് താഴേക്ക് വരും. പൊടിയൊക്കെ കാണുന്നത് ഇതൊന്നും ആവില്ല. ഈ പീസ് അത് കാതലാണ്. അപ്പോ ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഈ വൈറ്റ് ഇല്ലാണ്ട് നോക്കണം. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന, അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് ഇല്ലാത്ത മരമാണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതാണ് നമ്മൾ ഏറ്റവും ക്വാളിറ്റി. അതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഏത് വുഡാണെങ്കിലും അതിന്റെ കാതലുണ്ടാവും, അതിന്റെ വെള്ളം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ സൈസ് എടുക്കുന്നതാണെങ്കിൽ മാക്സിമം കാതൽ മാത്രമുള്ള മരം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇപ്പം വുഡൻ ഫ്ലോറിംഗ് ചെയ്യുന്ന സോളിഡ് വുഡിൽ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഒരുപാട് ഫേം ഉണ്ട്. അതിൽ നിന്ന് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഇന്ന മരങ്ങളാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ സർവീസ് പറയാൻ പറ്റും, നമ്മുടെ പ്രൈസും പറയാൻ പറ്റും. അല്ലെ, പ്രൈസ് പറയുകയാണെങ്കിൽ നമ്മൾ 400 മുതൽ അങ്ങോട്ട് പറഞ്ഞു. 400 കുറവാണ്, 400 കുറവെന്ന് പറയുന്നത്. 400 കുറവാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, മറ്റുള്ളവരെ നമുക്ക് കുറക്കാൻ പറ്റുന്നത് നമ്മൾ സോമിൽ നടത്തുന്നുണ്ട്. നമ്മുടെ അടുത്ത് പീസസ് കിട്ടുന്നുണ്ട്. നമുക്ക് പീസസ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. നേരെ മറിച്ചിട്ട് ഒരു കസ്റ്റമർ അവരുടേതായ മരം കട്ട് ചെയ്ത്
അവർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് ഇത് 400-ൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കോമ്പറ്റേറ്റർ ഉണ്ടാവുമല്ലോ, കോമ്പറ്റീറ്റേഴ്സ്, അവർ ചെയ്യുന്ന റേറ്റ് ഞാൻ ചെയ്യുന്ന റേറ്റ് നിങ്ങൾ കമ്പയർ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് സർവീസ് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അവരിലേക്ക് പോവാം, കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പാണ്. നല്ല ഹെൽത്തി റിലേഷൻഷിപ്പാണ്. മെറ്റീരിയൽ കൊണ്ടുപോകുന്നോണ്ടല്ല, നമ്മൾ അവരായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. വിക്ടറി എന്ന് പറയുന്നത് സ്ഥാപനമായിട്ട് ഏത് കോമ്പറ്റീറ്റേഴ്സായിട്ട് നിങ്ങൾ സംസാരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കാര്യം നമ്മൾ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. നമ്മളടുത്ത് ഇല്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ അവർക്ക് റെഫർ ചെയ്യും, അവരില്ലാത്ത കിട്ടുന്നുള്ള നമ്മൾ റെഫർ ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ചെയ്യാൻ പറ്റാത്ത കാരണമാണെങ്കിൽ നിങ്ങൾ ഒന്ന് കൊടയാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഒരു TV റിപ്പോർട്ടറൊക്കെ ചോദിക്കുന്ന പോലെ പല രീതിയിൽ നിങ്ങളൊന്ന് കൊടഞ്ഞു നോക്കി, പക്ഷെ നിങ്ങൾ ഒരു തരത്തിലും വിട്ടില്ല. നിങ്ങൾ ക്വാളിറ്റിന്റെ കാര്യത്തിൽ വിടുന്നില്ല, കോംപ്രമൈസ് ചെയ്യില്ല, ഒന്നിലും നിങ്ങൾ വിടുന്നില്ല. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഞാൻ ഈ ഫേമിൽ ജോയിൻ ചെയ്തിട്ട് ഒരു 1.5 years ആയി. 1.5 വർഷമായി. നമ്മളെ ഫാദറാണ് ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുന്നേ നമ്മളെ ഗ്രാൻഡ് ഫാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ ഒരു ലെഗസി ഞാൻ കീപ്പ് ചെയ്യണം. അത് ഞാൻ പറയിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ബെസ്റ്റ് ക്വാളിറ്റി മാത്രമേ ചെയ്യുള്ളൂ. അത് നമ്മള് പൈസ കുറച്ച് ലാഭം കിട്ടുന്നുള്ള രീതിയിൽ നമ്മൾ എളുപ്പ വഴി നോക്കൂല. തീർച്ചയായും എനിക്ക് എന്റെ ഒരു കസ്റ്റമേഴ്സിന് 100% നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ എനിക്ക് എന്താ പറയാ, വേറൊരു അഡ്വൈസിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. എന്റെ പേര് മോശമാവില്ല. തീർച്ചയായിട്ടും ഗൈസ്, അപ്പോൾ ഇത്രയും നേരം ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ പുള്ളിക്കാരോട് ചോദിച്ചു. നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളെ അറിവിലും നമ്മുടെ എക്സ്പീരിയൻസിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പം അത് ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, വുഡൻ ഫ്ലോറിംഗ് ആസ് എ കസ്റ്റമർ, ഞാനൊരു കസ്റ്റമർ ആണെങ്കിൽ, ഞാനൊരു വുഡൻ ഫ്ലോറിംഗ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. പല ആളും ചോദിക്കാൻ മടിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വുഡൻ ഫ്ലോറിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക അല്ലെ, എല്ലാം ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള സോളിഡ് വുഡുകൾ ആവശ്യമാണെങ്കിൽ വിക്ടറിയായിട്ട് ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ബന്ധപ്പെടാം. കണ്ണൂരുള്ള എല്ലാവർക്കും, കണ്ണൂർ മാത്രമല്ല ലോകമെമ്പാടുള്ള ആർക്കും ആക്സസിബിൾ ആണ്. കണ്ണൂരിലെ പെട്ടെന്ന് ആക്സസിബിൾ. ലോകമെമ്പാടും നമ്മുടെ സർവീസ് നമ്മൾ എത്തിച്ചു കൊടുക്കും, തയ്യാറാണ്. അപ്പൊ എന്തായാലും വില വിവരങ്ങൾ, കാര്യങ്ങൾ, ക്വാളിറ്റി, ഗുണങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ, വുഡൻ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള മരങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വ്യത്യസ്തമായ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോയിലല്ലേ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്താണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.